എനിക്കൊരു ദുശീലമുണ്ട്. ഏതൊരു വിശ്വാസത്തിന്റെയും പുറകിലുള്ള ലോജിക് അല്ലെങ്കിൽ മിഥിക്കൽ സ്റ്റോറി തേടി പോകുന്നത്. അങ്ങനെ ബലിതർപ്പണത്തിന്റെ കഥാന്വേഷണം എന്നെ എത്തിച്ചത് കർണന്റെ മരണാനന്തരം സ്വർഗത്തിലെത്തിയ സന്ദർഭത്തിലാണ്. ദാനധീരനായ കർണൻ സ്വർഗത്തിലെത്തിയപ്പോൾ തൊടുന്നതെല്ലാം പൊന്നായി മാറുകയാണ്. കർണന് വേണ്ടതോ അന്നവും ജലവും. അങ്ങനെ വിശന്ന് വലങ്ങി അച്ഛനായ സൂര്യന്റെ സഹായത്തോടെ സ്വർഗാധിപനായ ഇന്ദ്രനോട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത്, സ്വന്തം പൂർവികരെ കുറിച്ച് അറിയാതിരുന്ന കർണന്റെ ദാനമോ കർമ്മമോ ഒന്നും തന്നെ ആ പൂർവിക സ്മരണ ഇല്ലാതെയായിരുന്നു. ഇതുകൊണ്ടാണത്രേ ഇതിന് പ്രതിവിധിയായി 16 ദിവസം ഭൂമിയിൽ തിരികെ എത്തി പിതൃതർപ്പണം നടത്തുവാനായി കർണനെ യമരാജൻ അനുവദിച്ചു. കർണൻ അന്ന് ചെയ്ത ചടങ്ങുകളാണ് നമ്മൾ ശ്രാദ്ധമായും നോർത്ത് ഇന്ത്യൻസ് പിതൃപക്ഷത്തിലും ചെയ്യുന്നത്. നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ കുടുംബത്തിലെ എല്ലാവരെയും സ്മരിക്കേണ്ടതാണ്. ഇനി ദാനധർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കാത്തവർ പിതൃക്കൾക്ക് കൊടുക്കുന്ന അന്നവും ജലവുമാണ് ഈ വാവുബലികൾ. ജപ്പാനിലെ ബുദ്ധിസ്റ്റുകളുടെ ഫെസ്റ്റിവലായ ഓബോണും മെക്സിക്കൻ ഫെസ്റ്റിവലായ ഡയാ ദി ലോസ് മുറിത്തോസും എല്ലാം ഇതുപോലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദിവസങ്ങളാണ്.